ഹലോ നമസ്കാരം. അന്നോസ് കിച്ചൺ സ്റ്റോറീസ് എന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നറിയോ? നമ്മൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. വെറൈറ്റി എന്ന് പറയുമ്പോൾ അത്ര വെറൈറ്റി ഒന്നുമല്ല. നമ്മൾ ഇന്നൊരു ചിക്കൻ റെസിപ്പിയാണ് ആക്കാൻ പോകുന്നത്. ഇതാ ഞാൻ ഇന്ന് ആക്കുന്നതെന്നുള്ള നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്ന അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന ചിക്കൻ കറിയാണ് നമ്മൾ ഇന്ന് ആക്കാൻ പോകുന്നത്. അത് നല്ല കേരള സ്റ്റൈലിലുള്ള ഒരു നാടൻ ടച്ച് ഉള്ള ഒരു ചിക്കൻ കറിയാണ് ഞാൻ ഇന്ന് ഇവിടെ ആക്കാൻ പോകുന്നത്. അപ്പൊ അതാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു മസാല പ്രിപ്പയർ ചെയ്യണം. അതായത് ഒരു ഗരം മസാല പോലത്തെ ഒരു മസാല ഈ ചിക്കൻ കറിയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പൊ ആ മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു പാനോ അല്ലെങ്കിൽ ഒരു കടായോ എടുക്കാം. ഞാനിവിടെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഫ്രൈ ഒക്കെ ചെയ്യുന്ന ഒരു മൺചട്ടിയാണിത്. അപ്പോൾ ഈ മൺചട്ടി ചൂടായി വരുമ്പം 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ മല്ലി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സാധാ ജീരകം ഞാനിവിടെ എടുത്തിട്ടുള്ള 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗ്രാമ്പൂ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 ഗ്രാമ്പൂ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ സ്റ്റാറും ഞാൻ പൊട്ടിച്ചിട്ടാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റാറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏലക്ക 2 ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണിൻ്റെ അളവിൽ കുരുമുളക് പൊടിയല്ല കുരുമുളകും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 കായ്മുളക് കട്ട് ചെയ്തിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 തണ്ടിൻ്റെ കരിവേപ്പിലയും കൂടി തണ്ടില്ലാണ്ട് ഇല മാത്രമായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു സ്പൂണോ സ്പാച്ചുലയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്തെടുക്കുക. അതായത് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത്. അത് ഞാൻ സ്റ്റാർട്ടിങ് പറയാൻ വിട്ടുപോയി കേട്ടോ. അപ്പം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പോകുന്നത് പനിക്കുറുക്കേൻ്റെ ഇലയാട്ടോ. പനിക്കുറുക്കേൻ്റെ ഇല 2 ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഞാൻ വഴറ്റിയെടുക്കുക ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി അടുത്തതായി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് ഉള്ളി നേർങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിവിടെ തേങ്ങ കട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും ഇത് ഒരു തേങ്ങ തന്നെ ഉണ്ട് കേട്ടോ. ഒരു ചെറിയ തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും ചിരവിയിട്ടല്ല ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈം വരെയായിട്ട് നമ്മൾ ഈ മിക്സിലേക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഇനിയാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിനി ഇതിൻ്റെ അകത്തേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത്. 2-3 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് ഒരു ഗോൾഡനിഷ് ബ്രൗൺ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ ആകുന്നവരെ മിക്സ് ചെയ്തെടുക്കുക വേണ്ടത്. അപ്പം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് തേങ്ങ വേണ്ടിക്ക് ചിരവിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്തത് കേട്ടോ. അത് മാത്രമല്ല ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയായതുകൊണ്ട് ചിരവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് എളുപ്പത്തിന് ഞാൻ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളെ ബ്രൗൺ കളർ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതായത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് തണിയാൻ വെക്കാം. നമുക്ക് തണിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക വേണ്ടത്. അപ്പോൾ അത് തണിയാൻ വെക്കുന്ന ആ ഒരു ടൈം നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. ഞാനിവിടെ കറി ആക്കാനുള്ള ഒരു പോട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു വലിയ മൺചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയൊരു കടായി എടുക്കുക.
അപ്പോൾ ആ കടായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വീണ്ടും കോക്കനട്ട് ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കുക്കിംഗ് ഓയിൽ എടുക്കാം. ബട്ട് ഈ ഒരു ഡിഷിന് കോക്കനട്ട് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. കയ്യിൽ നിന്നും നിങ്ങൾ കോക്കനട്ട് ഓയിൽ എടുക്കാൻ ശ്രമിക്കുക. ഞാൻ എണ്ണ ഒഴിച്ചപ്പോൾ തന്നെ ഒന്ന് ചട്ടിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതും തേങ്ങ ഒരുപാടൊന്നുമില്ല, ഒരു 2-3 പീസ് ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട്, അതായത് എണ്ണയായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് 2-3 തണ്ടിൻ്റെ കരിവേപ്പിലയാണ് രണ്ടാമതായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം കരിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം തന്നെ നല്ലൊരു മണം വരും കേട്ടോ, കാരണം ആ വെളിച്ചെണ്ണയും തേങ്ങയും കരിവേപ്പിലയും എല്ലാം കൂടിയിട്ടുള്ള. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇനി ഉള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഉള്ളിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അതായത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു ഉള്ളിയാട്ടോ എടുത്തിട്ടുള്ളത്, വലുതായതുകൊണ്ട് ഒന്ന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നേർങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ചെറിയ ഉള്ളിയാണെങ്കിൽ 2 എടുക്കേണ്ടി വരും. ഇനി അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച്, അതായത് നമ്മളെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് കല്ലിലിട്ട് ചതച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അധികമൊന്നുമില്ല, ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് കല്ലിലിട്ട് ചതച്ചിട്ട് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അപ്പോൾ ആഡ് ചെയ്തിട്ട് വീണ്ടും നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതായത് നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കുക ചെയ്യുന്നത്. ഈ ഇഞ്ചിൻ്റെ പേസ്റ്റും അതുപോലെ ഈ ഉള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത് നമ്മൾ. അപ്പം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം മാത്രമേ ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 തക്കാളി നേർങ്ങനെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ തക്കാളി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇനി വീണ്ടും നമുക്ക് വഴറ്റിയെടുക്കുക വേണ്ടത്. നല്ലോണം ഒരു എന്താ പറയുക, അടിഞ്ഞ രൂപത്തിലാകുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തേരം മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഗ്യാസ് ഉണ്ടായിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു ടൈം വരെയും മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്, നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടൊന്നുമില്ല. അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം സബ്സ്ക്രൈബ് ചെയ്യണേ, കാരണം അത് വഴറ്റി വരാൻ ടൈം എടുക്കുമല്ലോ. ആ ടൈം നിങ്ങൾക്ക് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ വഴറ്റിയിട്ട് ഈ ഒരു പരുവത്തിലാകുമ്പോൾ ഞാൻ ഇതിനകത്തേക്ക് മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. മസാലാസ് എന്ന് പറയുമ്പോൾ അധികമൊന്നും ഇല്ല കേട്ടോ, അതായത് നമ്മൾ മഞ്ഞളും മുളകും ഉപ്പും മാത്രമേ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ അളവ് പറയുകയാണെങ്കിൽ 2 ടീസ്പൂണിൻ്റെ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് 1 ടീസ്പൂണിലും മേലെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് ഞാൻ മുളക് പൊടി എടുത്തിട്ടുള്ളത്, പിന്നെ ഉപ്പ് നമ്മളെ പാകത്തിനും. അപ്പോൾ 3 കൂടി ആഡ് ചെയ്തിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിനി ഇതിൻ്റെ അകത്തേക്ക് ഉരുളക്കിഴങ്ങാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മസാലാസുമായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം, അതായത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നമ്മളെ കിങ് ഓഫ് ദ ഇൻഗ്രീഡിയൻറ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതായത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കനാണ് ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു 400 ഗ്രാമിലധികം ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്തിട്ട് ഇനി നമ്മൾ ഇതുവരെ ചെയ്ത് അതേ സ്റ്റെപ്പ് തന്നെ വീണ്ടും ചെയ്യണം. അതായത് വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് വഴറ്റിയെടുക്കുന്ന ടൈം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ഒന്ന് ചെയ്യണേ. അതുപോലെ എങ്ങനെയുണ്ട് എന്ന് കമൻറ്റിൽ പറയാനും മറന്നു പോകരുത്. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് താല്പര്യം എന്ന് കമൻറ്റിൽ പറയണേ, അതായത് ഏത് മോഡൽ കുക്കിംഗ് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. അപ്പം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഒരു മൂടി വെക്കുക ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ്സോളം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാം, അപ്പോഴേ നമ്മൾ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പം നമുക്കൊരു 10 മിനിറ്റ്സിന് ശേഷം വെയിറ്റ് ചെയ്തിട്ട് മൂടി ഓപ്പൺ ചെയ്യാം.
അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10 to 12 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിനി മൂടി ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊന്ന് സ്പാച്ചുല വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളം ആഡ് ചെയ്യാണ്ട് തന്നെ ചിക്കൻ്റെ അകത്തുനിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ മസാലേൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, മിക്സിയിലിട്ട് അരച്ചിട്ട് റെഡിയാക്കി വെച്ച ആ പേസ്റ്റാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം അത് തണിഞ്ഞതിന് ശേഷം ഞാൻ മിക്സിയിലിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു. ആ പേസ്റ്റാണിത്. ഇത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അത് വെള്ളം ഒന്നും ചേർക്കാണ്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഇനി അരച്ചെടുത്ത ആ പേസ്റ്റ് നന്നായിട്ട് ഈ ചിക്കനുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ അരച്ചെടുത്ത മിക്സീൻ്റെ ജാറിൽ തന്നെ ഒരു 1/4 ഗ്ലാസിൻ്റെ അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസിൻ്റെ അളവിൽ വെള്ളം എടുത്തിട്ട് ആ മിക്സീൻ്റെ ജാറിൽ തന്നെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടാവുമല്ലോ ആ മസാല ആക്കിയതിൻ്റെ ആ ഇത് അതിൻ്റെ അകത്ത് നിന്ന് ഒഴിച്ചെടുക്കുക ചെയ്യുന്നത്. ഞാനിവിടെ ആദ്യം ഒരു 1/2 ഗ്ലാസിൻ്റെ അളവിൽ ഒഴിച്ചിട്ട് വീണ്ടും ഒരു ഗ്ലാസിൻ്റെ അളവിൽ ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ ഞാനിവിടെ 1.5 ഗ്ലാസിൻ്റെ അല്ലെങ്കിൽ 2 ഗ്ലാസിൻ്റെ അളവിൽ നിങ്ങൾക്ക് വെള്ളം എടുക്കാം. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ നിങ്ങൾ എന്നോട് ഇൻസ്റ്റയിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ ഈ വീഡിയോന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഇനി ഈ ഗ്രേവി ചൂടാക്കി എടുക്കുക ചെയ്യുന്നത്. അതായത് വലിയ പതപ്പിച്ചെടുക്കുകയൊന്നുമല്ല, ചൂടാക്കി എടുക്കുക ചെയ്യുന്നത്. അപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്ലെയിം ഉള്ളത്, ഫ്ലെയിം കൂട്ടുമൊന്നും ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള ചിക്കൻ്റെ വേവ് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഇതിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തിട്ടില്ലേ, അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ വേവ് നോക്കിയാൽ മതി. അതായത് ഉരുളക്കിഴങ്ങ് വെന്തിനോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചിക്കനും വെന്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഉരുളക്കിഴങ്ങിൻ്റെ വേവിനനുസരിച്ചിട്ട് ഇത് ചൂടാക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് പതച്ച് വരുന്ന ടൈം നമുക്ക് ചെക്ക് ചെയ്യുക. അതിന് മുമ്പ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, അതായത് ഉരുളക്കിഴങ്ങ് വെന്തോ ചിക്കൻ വെന്തോ എന്നല്ലോ ഉള്ളത്. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങും ചിക്കനും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിച്ചപ്പാണ്. ഞാനിവിടെ കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് മാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മേലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൈം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, ഉപ്പ് എരിവ് ഒക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിച്ചപ്പ് ആഡ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഞാൻ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ മൂടി വെക്കുന്നത്. അതും 5 മിനിറ്റ് മാത്രമേ ഞാൻ ഇത് ഫുൾ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ചൂടാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി ഓപ്പൺ ചെയ്തിട്ട് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു നല്ല പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഗാർണിഷിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല നാടൻ സ്റ്റൈലിൽ, കേരള സ്റ്റൈലിൽ ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ആട്ടോ ഇത്. അപ്പൊ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ സിമ്പിൾ ആയിട്ട് ഒരു കേരള സ്റ്റൈലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് എന്റെ ചെറിയ വാവേന്റെ സൗണ്ട് ആട്ടോ, അതൊന്ന് അവോയ്ഡ് ചെയ്തേക്ക്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എങ്ങനെ ഉണ്ടായിരുന്നു റെസിപ്പി എന്നുള്ളത് കമന്റിൽ പറയാനും മറന്നു പോകരുത്. അപ്പൊ കമന്റ് ചെയ്യണമെന്നുണ്ട് ആരും കമന്റ് ചെയ്യുന്നില്ല കേട്ടോ. എപ്പോഴും ഇൻസ്റ്റയിലാണ് മെസ്സേജ് വന്നുകൊടുക്കുന്നത്. അപ്പോ അതുപോലെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, എന്നോട് 2-3 പേര് ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിരുന്നു സീസണിങ് ശരിക്കും എത്ര ദിവസമാണ് വേണ്ടതെന്ന്. അതായത് ചട്ടി സീസണിങ് എത്ര ദിവസമാണ് വേണ്ടതെന്ന്. ഞാൻ എടുക്കുന്ന ദിവസത്തിന്റെ ഒരു കണക്കായിരുന്നു ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായത്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 15 ഡേയ്സ് വരെ എടുക്കും. കാരണം എന്താന്ന് വെച്ചാൽ നന്നായി സീസണിങ് ചെയ്താലും മാത്രമേ ചട്ടിക്ക് ലോങ് ലൈഫ് ഉണ്ടാകുള്ളൂ. അതായത് നമ്മൾ അടുപ്പത്ത് വെച്ച് ദിവസം ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അതുപോലെ അടിക്ക് പിടിക്കാണ്ടും നല്ല രീതിയിൽ നമുക്ക് കിട്ടണ്ടെങ്കിലും ചട്ടീന്റെ സീസണിങ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ എവിടുന്ന ഇത്രപാട് ചട്ടികൾ വാങ്ങിച്ചു കൂട്ടിയെന്നുള്ളത്. ഞാൻ ആക്ച്വലി റോഡ് സൈഡിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഞാൻ ചെന്നൈയിൽ നിന്നും വാങ്ങിക്കാറുണ്ട്, നാട്ടിൽ പോയാലും നാട്ടിൽ നിന്നും വാങ്ങിക്കാറുണ്ട്. അപ്പൊ ഇന്ന സ്ഥലത്ത് നിന്നൊരു കറക്റ്റ് സ്പോട്ടൊന്നും ഇല്ല. ഞാൻ എവിടെയാ ചട്ടി റോഡ് സൈഡിൽ കാണുന്നത് അവിടെ ഇറങ്ങും, അവരുമായിട്ട് ബാർഗെയിൻ ചെയ്യും.
അവർ പറയുന്നതിനകത്ത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 50 രൂപയോ 100 രൂപയോ കുറച്ചിട്ട് സാധനം വാങ്ങുക ചെയ്യാം. അല്ലാണ്ട് ഞാൻ ഓൺലൈനിലായിട്ടല്ല ചട്ടികൾ വാങ്ങാറ്, ഓൺലൈനിലായിട്ട് വാങ്ങിയിട്ടും ഇല്ല. എല്ലാ റോഡ് സൈഡ് മാർക്കറ്റിംഗിൽ തന്നെയാണ് എല്ലാ ചട്ടികളും വാങ്ങിയിട്ടുള്ളത്. അപ്പോ എനിക്ക് തോന്നുന്നു നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനെല്ലാം ഉള്ള ഉത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോ ഇനി നെക്സ്റ്റ് കാര്യം കൂടി നമ്മൾ എയർ ഫ്രയറിനെ കുറിച്ചിട്ടാണ്. എയർ ഫ്രയറിനകത്ത് ഡയറക്റ്റ് കുക്ക് ചെയ്യുന്നതിനെക്കാട്ടിയും നിങ്ങൾ ഒരു സിലിക്കോണിന്റെ ഒരു എന്താ പറയാ പാത്രം പോലത്തെ ഇത് വാങ്ങിയിട്ട് കുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഡയറക്റ്റ് ആയിട്ട് നമ്മളിപ്പോ ചിക്കൻ ഫ്രൈ ആയാലും മട്ടൺ ഫ്രൈ ആയാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിഷ് ആക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഗ്രേവീസ് മസാലാസ് എല്ലാം അതിനകത്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ കഴുകാനൊക്കെ പറ്റും. ബട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ക്ലീനിങ്ങും കഴുകലും ഒക്കെ നടക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അതിന്റെ ലൈഫ് കുറയും. അപ്പൊ അതിനെക്കാട്ടി നല്ലത് ഇതുപോലെ ഒരു സിലിക്കോണിന്റെ ഇത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം എടുത്ത് കഴുകുകയും വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യാം. അതേസമയം നമ്മൾ എയർ ഫ്രയർ ജസ്റ്റ് ഒന്ന് മോപ്പപ്പ് ചെയ്താലോ അല്ലെങ്കിൽ തുടക്കുകയോ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ അതിന് വേറെ വെള്ളം തട്ടുന്ന കംപ്ലൈൻസും വരൂല. അപ്പൊ ഈ 2 കാര്യങ്ങളായിരുന്നു മെയിൻ ആയിട്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായത്. അപ്പൊ അതിന് 2-നുള്ള ആൻസർ ഞാൻ തന്നിട്ടുണ്ട് ഈ വീഡിയോയില്. അപ്പോ എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോകരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ബൈ.